ഈ വാർത്ത കേട്ടിട്ട് കുറച്ച് സമയമായെങ്കിലും അതൊന്ന് ഉൾക്കൊള്ളാൻ കുറേയധികം സമയമെടുത്തു. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാൻ ലേറ്റ് ആവുന്നത്. കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല. പോർച്ചുഗലിന് വേണ്ടി വളരെ ചെറിയ പ്രായത്തിൽ നിർണായകമായിട്ടുള്ള വിജയങ്ങളിൽ പങ്കാളിയായിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ് ക്ലബ്ബ് ലിവർപൂളിന്റെ യുവ മുന്നേറ്റനിര താരമായിട്ടുള്ള ഡിയേഗോ ജോട്ടെ തന്റെ 28ാമത്തെ വയസ്സിൽ വാഹനാപകടത്തിൽ കൊല്ലപ്പെട്ടു. അദ്ദേഹവും അദ്ദേഹത്തിന്റെ സഹോദരനും കാറിൽ സഞ്ചരിക്കുന്നതിനിടെയായിരുന്നു അപകടത്തിൽപ്പെട്ടത്. മാർക്കയിൽ വെച്ചിട്ടായിരുന്നു ഈ ഒരു അപകടം നടന്നത്. അങ്ങനെ മരണത്തിൽ ആൾ കൊല്ലപ്പെട്ടു എന്ന് വേണം അറിയാൻ. അപ്പം പോർച്ചുഗീസ് ഫുട്ബോളിലെ ഒരു ചെന്താരകം കൂടി അസ്തമിച്ചു എന്ന് പറയുന്നതായിരിക്കും ശരി. വരാൻ പോകുന്ന ലോകകപ്പിലൊക്കെ പോർച്ചുഗലിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയോടൊപ്പം മുന്നേറ്റ നിരയിൽ നിന്ന് തിളങ്ങേണ്ട പ്രതിഭകളിൽ ഒരാളായിരുന്നു ജോട്ട. പലയിടത്തും പലരും അദ്ദേഹത്തിനെ ക്രൂരമായി വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ആ വിമർശനങ്ങളൊന്നും ഇപ്പം ഉയർക്കേണ്ട സമയമല്ല. ഡിയേഗോ ജോട്ട എന്ന പോർച്ചുഗലിൻ്റെ ഭാവിയുടെ സൂപ്പർ താരം തൻ്റെ 28ാമത്തെ വയസ്സിൽ ഒരു കാർ അപകടത്തിൽ കൊല്ലപ്പെട്ടിരിക്കുകയാണ്. ഇനി പോർച്ചുഗൽ അടുത്ത ലോകകപ്പ് ഉൾപ്പെടെയുള്ള ടൂർണമെൻറ്റുകളിൽ കളിക്കുന്നത് ജോട്ടയുടെ ആത്മാവിന് കൂടി വേണ്ടിയായിരിക്കും എന്നത് ഉറപ്പാണ്. പോർച്ചുഗീസ് ടീമിലെയും ലിവർപൂളിലെയും താരങ്ങൾ ഈ വേദന എങ്ങനെ താങ്ങും, ലോകമെമ്പാടുമുള്ള ജോട്ടയുടെ ആരാധകർ എങ്ങനെ താങ്ങും, പോർച്ചുഗലിൻ്റെ ആരാധകർ എങ്ങനെ താങ്ങും എന്നൊന്നും അറിയില്ല. പോർച്ചുഗലിലെ ഭാവിയുടെ പ്രതീക്ഷകളിൽ ഒന്നായിരുന്ന ഡിയേഗോ ജോട്ടെ എന്ന നക്ഷത്രം അസ്തമിച്ചിരിക്കുകയാണ്. തൻ്റെ 28ാമത്തെ വയസ്സിൽ വാഹനാപകടത്തിൽ 1996 ജനിച്ച ജോട്ടെ 2025 ഒരു കാർ അപകടത്തിൽ അവസാനിച്ചു.